ഇന്ന് ജസ്റ്റ് ബാക്കി എല്ലാ സബ്ജക്റ്റിന്റെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടോ, എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റും പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പോവാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ പറയാനായിട്ട് സമയം കിട്ടിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് എല്ലാ സബ്ജക്റ്റും എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എക്കണോമിയുടെ ഒരു 2 ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ GS1 ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ട്? മെയിനായിട്ട് ഹിസ്റ്ററി, ജിയോഗ്രഫി, സൊസൈറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഹിസ്റ്ററിക്ക് അതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ വന്ന സ്റ്റുഡൻസിന് ഒരു ഇമ്പോർട്ടന്റ് കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കുക. ബിക്കോസ് നിങ്ങളുടെ ഫൗണ്ടേഷൻ അനുസരിച്ചാണ് ബാക്കി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ ഫൗണ്ടേഷൻ പഠിക്കാൻ നേരത്തെ ഇപ്പോൾ ചോള ആർക്കിടെക്ചറോ ചോളനെ കുറിച്ച് ചോള എംപയറിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഇറങ്ങി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആൻസർ എഴുതാൻ നേരത്ത് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, എക്സാമ്പിൾ ഒക്കെ എഴുതാൻ നേരത്ത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഫൗണ്ടേഷൻ പഠിച്ചു, ഇപ്പോൾ വലിയ ഗുണമില്ലാത്തതാണ് ഫൗണ്ടേഷൻ എങ്കിൽ ഇപ്പൊ എന്റെ പോലെ ഞാനിപ്പോ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഇത് എന്തിനാ പഠിക്കണം എന്നുള്ള ചോദ്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതുകൂടാണ്ട് റിസേർച്ച് പഠിക്കാൻ വന്നപ്പോഴത്തേനും അതിനും ഫൗണ്ടേഷൻ വലിയ ഗുണമില്ലായിരുന്നു. ഡൽഹിയിൽ പോയി പഠിച്ചെങ്കിലും വലിയ ഗുണമില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്നോവേഷൻ ഇത്തിരി പാടായിരുന്നു, മീൻസ് ഡീപ്പായിട്ട് തിരിച്ചിറങ്ങി പോകാനായിട്ട് ഭയങ്കര പാടായിരുന്നു. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച് പിന്നെയും NCERT ഒക്കെ ഇരുന്ന് വായിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പുതിയ ആളുകൾക്ക് അല്ലെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഫൗണ്ടേഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചോളനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ വാട്ടർ മാനേജ്മെന്റ്, അതിന് എക്സാമ്പിൾ എഴുതുക. പിന്നെ അതുപോലെ ലോക്കൽ ഗവൺമെന്റിന്റെ കാര്യം, ഇപ്പോൾ ഉത്തരമേരു ഇൻസ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ, അപ്പൊ അതിനെക്കുറിച്ച് അതിനകത്ത് എത്ര ഡിവിഷൻസ് ഉണ്ട്. ഇപ്പോൾ പ്രൊവിൻസ് ഉണ്ട്, പിന്നെ സെൻട്രൽ ഉണ്ട്, അതുകൂടാണ്ട് ലോക്കൽ ഉണ്ട്. അപ്പൊ അങ്ങനെ എങ്ങനെയൊക്കെ ഡിവിഷൻ ഉണ്ട്, അതാണ് സ്പെസിഫിക്സ് എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മുഗളിന്റെ കാര്യമാണെങ്കിലും പെയിന്റിങ്സിനെ കുറിച്ച് പഠിക്കുവാണെങ്കിൽ എത്ര ചുമ്മാ പെയിന്റിങ്സ് എഴുതാന്ന് മാത്രമല്ല, സഹായ് കലാം എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട് അവർക്ക്. ഗോൾഡൻ സ്പ്രിങ്കിൾസ് കൂടുതലായിരിക്കും അവരുടെ പെയിന്റിങ്ങിന്. അപ്പോൾ അത് കൂടാണ്ട് അത് ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയോളജിയാണ്. പക്ഷെ ഒരാള് എന്താണ് ചെയ്തേക്കുന്നത്, അക്ബർ എന്താണ് ചെയ്തേക്കുന്നത്, ജഹാംഗീർ എന്താണ് ചെയ്തേക്കുന്നത്, ഇതൊക്കെ സ്പെസിഫിക്സ് ആയിട്ട് ചെയ്യുക. ഇതെന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മുഗളിന്റെ സയന്റിഫിക് ഡെവലപ്മെന്റ്സ് എങ്ങനെയായിരുന്നു. അപ്പൊ അത് സ്പെസിഫിക്സ് അറിയാണ്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ എന്താണ് ഗൺ പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. പക്ഷെ അതിന് സ്പെസിഫിക്സ് ആയുള്ള പേരെന്താണ്, അത് കൃത്യമായിട്ട് എഴുതുവാണെങ്കിൽ ആൻസറിന് മാർക്ക് കിട്ടും. ഇപ്പൊ എന്താ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹിസ്റ്ററി ഓപ്ഷൻ ഉള്ളവരൊക്കെ ഹിസ്റ്ററി രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷനിൽ നേരെ തിരിച്ചുപോയി, GS ടൈപ്പ് ആയിരുന്നു ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഓപ്ഷണൽ ടൈപ്പാണ് ക്വസ്റ്റ്യൻ, GSനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ കുറച്ചുകൂടെ സ്പെസിഫിക്സ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ സൊസൈറ്റിയുടെ കാര്യം, കറണ്ട് അഫയേഴ്സ്, പിന്നെ കൺക്ലൂഷന്റെ കാര്യം എഴുതാൻ നേരത്തെ ഞാൻ കാര്യം പറയാം. ഹിസ്റ്ററിയിൽ എപ്പോഴും ഇപ്പൊ ഏതാണ് മോഡറേറ്റ്സിന്റെ കാര്യം എടുക്കുവാണ്, നെക്സ്റ്റ് സ്റ്റേജാണ് നമ്മൾ എഴുതുന്നത്. ഇവര് എക്സ്ട്രീമിസ്റ്റിനെ സഹായിക്കും. എക്സ്ട്രീമിസ്റ്റിന്റെ മോഡറേറ്റ്സിന്റെ കാര്യം അറിയില്ലേ, മോഡറേറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേ. അപ്പോൾ അത് മോഡറേറ്റ്സിന്റെ കാര്യം എഴുതാൻ നേരത്ത്, കൺക്ലൂഷൻ വല്ലതും വരാൻ നേരത്ത് എല്ലാവരും എഴുതുന്നതാണ് എന്താ എഴുതുന്നത്, ദേ ഹെൽപ്പ് ഇൻ ക്രിയേറ്റിംഗ് ദ ഫൗണ്ടേഷൻ ഫോർ എക്സ്ട്രീമിസ്റ്റ്. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും കൂടെ ഇന്നോവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാൻ പറയുന്നത് അത് തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇത് എഴുതാൻ പോണത്, എല്ലാവരും ഇതായിരിക്കും എഴുതാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്താനായിട്ട് പറ്റുമോ? ഇപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ഇപ്പോ ഗോഖലെയുടെ കാര്യമാണെങ്കിലും വേറെ ബാനർജിയുടെ കാര്യമാണെങ്കിലൊക്കെ അവരെ കുറിച്ച് എങ്ങനെയാണ് ഇപ്പൊ ഫ്യൂച്ചറിൽ എന്താണ് നടക്കുന്നത്, അവർക്ക് ഇപ്പൊ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ, കറണ്ട് ഗവൺമെന്റ് എന്തെങ്കിലും പോളിസീസ് ഇറക്കിയിട്ടുണ്ടോ. ഇപ്പൊ യുനെസ്കോ റീസെന്റ് ഒരു ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പൊ അങ്ങനെ റീസെന്റ് ആയിട്ടും കറണ്ട് അഫയേഴ്സ് ഉൾക്കൊള്ളിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ ഇപ്പൊ ഹിസ്റ്ററി കറണ്ട് അഫയേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് ആ കൺക്ലൂഷൻ ഇവര് മാർക്ക് ഇടാൻ പോണതിന് മുന്നേ ആ സംഭവം നമ്മൾ കൊടുക്കും, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഇപ്പൊ 1/2 മാർക്ക് കൂടുതൽ കിട്ടിയാൽ മതി. ഞാൻ പറഞ്ഞ പോലെ തന്നെ 1/2 മാർക്ക് കൂടുതൽ കിട്ടി എല്ലാ ക്വസ്റ്റിനും ഇഫ് യു ആർ ഗെറ്റിംഗ് ഹാഫ് എ മാർക്ക്, അപ്പൊ 20 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ 10 മാർക്സ് വ്യത്യാസം വരാൻ, 5 മാർക്ക് തന്നെ വ്യത്യാസം വരാൻ നേരത്തെ റാങ്കുകൾ ഒരുപാട് വ്യത്യാസം വരും. ഓക്കെ, പിന്നെ സൊസൈറ്റിയുടെ കാര്യം, സൊസൈറ്റി എങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിയോ? സൊസൈറ്റി എപ്പോഴും നമുക്ക് കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യമുണ്ട്, ഓൾറെഡി കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ. ഇപ്പൊ മാരേജിനെ കുറിച്ചുള്ള കാര്യം ഞാൻ പ്രത്യേകം പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, മാരേജ് എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ്, മാരേജ് സാക്രസൈന്റ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ മാരേജിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, നമ്മൾ കാണുന്ന കാര്യങ്ങളും പിന്നെ നമ്മൾ എന്തായാലും പഠിക്കും. കറണ്ട് അഫയേഴ്സ് എന്തെങ്കിലും ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റുമോ അതിനകത്ത്? മാരേജ്, വാട്ട് ആർ ദി ചേഞ്ചസ് ഇൻ മാരേജ്, സെയിം സെക്സ് മാരേജ് ഇല്ലേ, പിന്നെ സെക്ഷൻ 377 ആ കേസ് എഴുതാം. നവോദയ ജോഹർ കേസിനൊരു സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റ് ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ മാരേജ്, ഇപ്പോൾ സെയിം സെക്സ് മാരേജിന്റെ കാര്യം പറയുന്നത്.
അപ്പൊ അങ്ങനെ കുറച്ച് മനസ്സിലാവേണ്ട കാര്യം പുതിയ പിള്ളേർക്ക്. ഞാൻ കറണ്ട് അഫയേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞൊരു കാര്യമാണ്. എല്ലാത്തിനും എന്തോരം കറണ്ട് അഫയേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ഇമ്പോർട്ടന്റ് ആയിരിക്കും ആൻസർ. ഓക്കെ. പിന്നെ വേറെ ഒരു കാര്യം, ഇപ്പൊ ഹിസ്റ്ററിയുടെ ഒക്കെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ബുക്കിഷ് നോളജ് വെച്ച് മാത്രം പഠിക്കാനായിട്ട് പറ്റില്ല. സ്ട്രീറ്റ് സ്മാർട്ട് വേണം. സ്ട്രീറ്റ് സ്മാർട്ട് ഇൻ ദ സെൻസ് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് പിക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. ഇപ്പോ ലാസ്റ്റ് ഇയറിലെ ഒരു ക്വസ്റ്റൻ ആണ്, ആൻഷ്യന്റ് ഇന്ത്യയും ജോഗ്രഫി ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. എങ്ങനെയാണത്? നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ആ സാധനം എഴുതിയിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഒരു ആൻസർ എഴുതുന്നതിന് മുന്നേ ആദ്യം ചിന്തിക്കുക. ഇപ്പൊ നിങ്ങൾ ഒരു 1 ഇയർ ടൈം ഉണ്ട്. അപ്പോൾ ആൻസർ എഴുതുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാം ഹോളിൽ ഇരുന്ന് ചിന്തിക്കാനുള്ള ടൈമില്ല. സോ ആൻസർ എഴുതാൻ നേരത്ത് നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ ഓരോ ആൻസർ എഴുതാൻ നേരം ചിന്തിക്കുക, ഇത് എങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ. നമ്മുടെ പ്രശ്നം, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദൈവം തന്നേക്കുന്ന സംഭവമാണ് റീസണിങ്. റീസണിങ് എന്ന് പറഞ്ഞ സാധനമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കാനായിട്ട് പഠിക്കുക. വെറുതെ നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ട് എഴുതാൻ ശ്രമിക്കരുത്. നമ്മുടെ സ്കൂളുകളിലെ മെയിൻ പ്രശ്നമാണ് ജസ്റ്റ് റിമെമ്പറിങ് തിങ്സ്. എന്താണ് ഇന്നോവേഷൻ, അത് പഠിപ്പിക്കുമായിരുന്നെങ്കിൽ നമ്മളും വേറെ കൺട്രീസിനെ പോലെ വളരുമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടാണ് 15% മാത്രം പിള്ളേർക്ക് മാത്രമാണ് ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ളൂ ഇന്ത്യയിൽ. അതേസമയം ചൈനയെ നമ്മൾ കുറ്റം പറഞ്ഞ ചൈനയ്ക്ക് എത്രയുണ്ട്? 85%. മനസ്സിലായി? അതാണ് ഡിഫറൻസ്. പിന്നെ ഇപ്പൊ നാരായണമൂർത്തി കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മളെക്കാളും 6 ഇരട്ടി പ്രൊഡക്ഷൻ കൂടുതലാണ് ചൈനയ്ക്ക്. നമ്മളല്ല ഗ്ലോബൽ ഹബ് ഓഫ് മാനുഫാക്ചറിങ്. അപ്പോൾ ആ തിങ്കിങ് ആണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അപ്പൊ ആൻസർ എഴുതാൻ നേരത്ത് ഇപ്പൊ നമുക്ക് ടൈം ഉണ്ട്. ചിലപ്പോൾ ഒരു അരമണിക്കൂർ എടുക്കുമായിരിക്കും ഒരു 10 മാർക്ക് എഴുതാനായിട്ട്, 7 മാർക്സിന് ഇൻസ്റ്റെഡ്. അപ്പോൾ അത് എങ്ങനെയൊക്കെ ഇന്നോവേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമെന്ന് ഇപ്പോഴേ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം കുറയ്ക്കാൻ പറ്റും. ഞാൻ കുറച്ചുകൂടെ പറഞ്ഞിട്ടുണ്ടെന്നോണം, ആദ്യം 30 മിനിറ്റ്സ് എടുക്കുമായിരിക്കും, പിന്നെ 25 മിനിറ്റ്സ് ആവും, പിന്നെ 20 ആവും, അങ്ങനെ കുറഞ്ഞു വരും ലാസ്റ്റ് ആവുമ്പോൾ. പക്ഷെ നിങ്ങൾക്ക് ആ സമയത്ത് ചിന്തിക്കേണ്ടി വരില്ല. ഈ നിങ്ങൾ ചിന്ത തന്നെ വന്നുകൊണ്ടിരിക്കും ആ പേപ്പറിലേക്ക്. കാണാപ്പാടം പഠിക്കണല്ലാണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ നമ്മൾ എടുക്കുന്ന കാര്യം പേപ്പറിലും വരാൻ തുടങ്ങും. ഓക്കെ. എനിക്ക് അങ്ങനെയാണ് ചേഞ്ച് വന്നത്. ഞാൻ 2021 എഴുതിയപ്പോഴും 2023 മെയിൻസ് എഴുതിയപ്പോഴും എനിക്ക് ചേഞ്ച് വരുത്തിയത് ഞാൻ അതാണ്. അത് മാത്രമാണ് ഞാൻ ചേഞ്ച് വരുത്തിയത്. എൻ്റെ കയ്യിൽ നോളജ് ഉണ്ട്, എൻ്റെ കയ്യിൽ ഞാൻ അത്യാവശ്യം, ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നോളജ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് ഞാൻ എങ്ങനെ കൊണ്ടുവന്നു എന്നാണ് നോക്കേണ്ടത്. ഓക്കെ. പിന്നെ പൊളിറ്റി എങ്ങനെയാ? പൊളിറ്റിയും ബേസിക്സും കറണ്ട് അഫയേഴ്സും തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് എഴുതേണ്ടത്? ബേസിക്സ് എങ്ങനെയാണ് എഴുതേണ്ടത്? ചുമ്മാ എഴുതിയാൽ പോരാ, ആർട്ടിക്കിൾ ഉൾപ്പെടെ എഴുതാം. ആർട്ടിക്കിൾ നമ്മൾ ഇപ്പൊ ലക്ഷ്മികാന്തിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ആർട്ടിക്കിൾസ് മാത്രം ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ സുപ്രീം കോർട്ട് ആണെങ്കിൽ, പിന്നെ അതുകൂടാണ്ട് വേറെ എന്തെങ്കിലും, ഇപ്പൊ ലോക്കൽ ഗവൺമെന്റ് ആണെങ്കിൽ, അതല്ലെങ്കിൽ സ്റ്റേറ്റ് സെന്റർ റിലേഷൻസ്, എങ്ങനെയാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം, ഇതിനൊക്കെ ആർട്ടിക്കിൾസ് കുറച്ച് എഴുതി വയ്ക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് ആൻസറിൽ കോട്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിൾസ് എഴുതി വയ്ക്കുക. ഓക്കെ. ഇതില് എന്താണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷം മാർക്ക് എല്ലാവർക്കും കൂടുതലായിരുന്നു ഈ പറഞ്ഞ GS2-ൽ. പക്ഷെ ആർട്ടിക്കിൾസ് കൂടുതൽ ഇൻവോൾവ് ചെയ്തതും പിന്നെ കേസ് സ്റ്റഡീസ്, കേസ് ലോസ് ഇല്ലേ, അതൊക്കെ ഇൻവോൾവ് ചെയ്തവർക്ക് മാത്രമാണ് കൂടുതലൊരു 100-ന് മേളിൽ കിട്ടിയത്. 90s ഒക്കെ GS2-ന് കിട്ടാനായിട്ട് വലിയ പാടില്ല. മറ്റേതിനാണ് ഇപ്പോൾ GS1-ഉം GS3-ക്കുമാണ് 90s-ലേക്ക് കയറാനായിട്ട് പാട്. പക്ഷെ GS2-ന് 90s-ലേക്ക് കയറാൻ പാടില്ല, പക്ഷെ 100s-ലേക്ക് കയറാനാണ് ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആർട്ടിക്കിൾസും കേസ് ലോസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ടൈം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ന്യൂസ് കാണാൻ നേരത്തും ട്രൈ ടു ടേക്ക് ആർട്ടിക്കിൾസ് ഫ്രം ഇറ്റ്. ഓരോ കേസ് ലോസ് കാണാൻ നേരത്തും ട്രൈ ടു റൈറ്റ് ഇറ്റ്. അപ്പൊ നിങ്ങൾ തന്നെ എഴുതണോണ്ട് നിങ്ങൾക്ക് വേറെ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. അപ്പോൾ ബുക്ക് ഒക്കെ ഇടയ്ക്ക് മറക്കാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് കണ്ണു വെട്ടിച്ച് പോവുക. ഓക്കെ. പിന്നെ ആൻസർ എഴുതാൻ നേരത്ത് ഇപ്പോൾ പറഞ്ഞ ആൻസർ എഴുതാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആൻസർ എഴുതാൻ നേരത്ത് നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് അത് കൊണ്ടുവരാൻ പറ്റണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ചിന്തിച്ച് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞില്ല, ചിന്തിക്കണം. ചിന്തിച്ച് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ. പിന്നെ ലോക്കൽ ഗവൺമെന്റ് ഒരു ക്വസ്റ്റ്യൻ മിക്കപ്പോഴും വരുന്നത്, ലോക്കൽ ഗവൺമെന്റ് ജുഡീഷ്യറി ഒക്കെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതല്ലേ. ലോക്കൽ ഗവൺമെന്റ് ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനകത്തെ കുറച്ച് ആർട്ടിക്കിൾ 243 അങ്ങനത്തെ ആർട്ടിക്കിൾ. പിന്നെ എന്താണ് ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സിൽ എന്താണ്, വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് ന്യൂസ് റിഗാർഡിംഗ് ലോക്കൽ ഗവൺമെന്റ് ഇൻ കറണ്ട് അഫയേഴ്സ്? അറിയോ? ലോക്കൽ ഗവൺമെന്റിന്റെ പ്രശ്നം എന്താണ്? എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? പവർ? യെസ്. അതേ സ്പെസിഫിക്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതേ വേണം, സ്പെസിഫിക് വേണം. എല്ലാവരും ഇത് എഴുതും. ഓൾ പീപ്പിൾ ആർ ഗോയിങ് ടു റൈറ്റ് ദിസ് പവർ ഡെവല്യൂഷൻ ഇഷ്യൂ, ഫിനാൻഷ്യൽ ഡെവല്യൂഷൻ ഇഷ്യൂ. പക്ഷേ വാട്ട് ഈസ് ദ സ്പെസിഫിക്സ്? റീസെന്റ് ഹരിയാന ഗവൺമെന്റ് ഹാസ് മെയ്ഡ് എ ബോഡി കോൾഡ് റൂറൽ ഡെവലപ്മെന്റ് ഏജൻസി. അപ്പൊ പാരലൽ ആയിട്ടാണ് സംഭവിക്കുന്നത്. ഈ എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ആൻസർ ബാക്കി എല്ലാവരും ഈ കാര്യം തന്നെ എഴുതും. പവർ ഡെവല്യൂഷൻ ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫെഡറലിസത്തിന് മെയിൻ പ്രശ്നമുണ്ട് ഇവിടെ. ഇപ്പൊ ഫെഡറലിസത്തിന്റെ
പിന്നെ വേറെ സജഷൻ കൊടുക്കാൻ പറ്റുന്ന എന്താ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട്? ചേഞ്ചിങ് ഷെഡ്യൂൾ 7 ടു ആഡ് ലോക്കൽ ലിസ്റ്റ്. ഇതൊക്കെ പുതിയ ഇന്നോവേഷൻ ആണ്, ആരും പറയാത്ത കാര്യങ്ങളുമായിരിക്കും ഇത്. പിന്നെ ആർട്ടിക്കിൾ 266 എന്താ? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഇതിനകത്ത് എന്താ പബ്ലിക് അക്കൗണ്ട് ഓഫ് ലോക്കൽ ഗവൺമെന്റ് ആഡ് ചെയ്യുക. ഇതൊക്കെ പുതിയ പുതിയ ഇന്നോവേഷൻ ആണ്. ഇത് നിങ്ങൾ കൊണ്ടുവരാൻ നേരത്ത് നിങ്ങൾ ബാക്കിയുള്ളവർ സജസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. ഓക്കെ, GS3 ആണ് വൺ ഓഫ് ദ ടഫസ്റ്റ് ടു ഗെറ്റ് മാർക്സ് ബിക്കോസ് അതെല്ലാം കറണ്ട് അഫയേഴ്സ് ആണ്. എക്കണോമി ആണെങ്കിലും നിങ്ങൾ ഈ പ്രിലിംസിന് പഠിക്കണ പോലെ മെയിൻസിന് എക്കണോമി നോട്ട് പഠിച്ചിട്ട് കാര്യമില്ല. കുറച്ച് ടെക്നിക്കൽ ടേംസ് വേണം, അത് ഓക്കെ. പക്ഷെ ഏറ്റവും കൂടുതൽ വേണ്ടത് കറണ്ട് അഫയേഴ്സ് ആണ്. അതുകൊണ്ടാണ് മാർക്ക് കിട്ടാൻ പാട്. ലാസ്റ്റ് ഇയർ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, GS3 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് കൺസ്യൂമർ അഫയേഴ്സിനെ കുറിച്ചുള്ള. കൺസ്യൂമർ അഫയേഴ്സിൽ പുതിയൊരു ബോഡി ക്രിയേറ്റ് ചെയ്തില്ലേ കൺസ്യൂമർ അഫയേഴ്സിന് വേണ്ടിയിട്ട്, അതിനെക്കുറിച്ച് ഡയറക്റ്റ് ആയിട്ട് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ അത് ചുമ്മാ എല്ലാവരും എഴുതണ എന്താ, അവർക്ക് പ്രശ്നമുണ്ട്, അപ്പൊ അവരുടെ ഗ്രീവൻസ് റിസോൾവ് ചെയ്യുക. അപ്പൊ ഇതിനകത്ത് സ്പെസിഫിക്സ് ആയിട്ട് അറിയാവുന്നവർക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് അറ്റ്ലീസ്റ്റ് മന്ത്ലി മാഗസിൻ എങ്കിലും വായിക്കാൻ നോക്കുക. ദേ ആർ ആസ്കിങ് സ്പെസിഫിക്സ് ഇൻ GS3. ഇപ്പൊ കഴിഞ്ഞ വർഷം വീണ്ടും ഒരു ക്വസ്റ്റൻ ആണ്, ചന്ദ്രയാൻ 3ന്റെ കമ്പോണൻസ് ആണ് ചോദിച്ചത്. ചന്ദ്രയാൻ 3ന്റെ അഡ്വാൻറ്റേജസോ ഡിസഡ്വാൻറ്റേജസോ എന്താണ്, നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നോ അല്ല ചോദിച്ചത്. വാട്ട് ആർ ദി കമ്പോണൻസ് ഓഫ് ചന്ദ്രയാൻ 3? വളരെ സ്പെസിഫിക് ആണ്. അപ്പൊ ആ സ്പെസിഫിക്സ് എങ്ങനെ എഴുതാൻ പറ്റും എന്ന് ചെയ്യാനായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുക മാത്രമേ. പിന്നെ GS3 നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്. ഒരു വർഷം മുഴുവൻ നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുകയാണെങ്കിൽ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ചന്ദ്രയാൻ വരുമെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എഴുതാൻ പറ്റും മര്യാദയ്ക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ കറണ്ട് അഫയേഴ്സ് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുക, വിട്ടുകളയരുത്. GS3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ എക്കണോമിയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫിസിക്കൽ ഡെഫിസിറ്റിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വന്നു. ഫിസിക്കൽ ഡെഫിസിറ്റിനെ കുറിച്ച് വരാൻ നേരത്ത് വാട്ട് ആർ ദി പ്രോബ്ലംസ് ഓഫ് ഫിസിക്കൽ ഡെഫിസിറ്റ്, ഹാവിംഗ് ഹൈ ഫിസിക്കൽ ഡെഫിസിറ്റ്, എന്ത് എഴുതാൻ പോണേ? വാട്ട് ആർ ദി പ്രോബ്ലംസ് ഓഫ് ഹാവിംഗ് ഹൈ ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇതിനകത്ത് രണ്ട് കാര്യം എഴുതണം. ബേസിക്സിന്റെ ടെക്നിക്കൽ ടേംസ് ആണ് വേണ്ടത്. എന്ത് ഫിസിക്കൽ പ്രൂഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണം. ഫിസിക്കൽ പ്രൂഡൻസ്, പിന്നെ ഉണ്ട് ഡെറ്റ് ട്രാപ്പ്, അതൊരു ടെക്നിക്കൽ ടേമാണ്. അതുകൊണ്ട് നിങ്ങൾ ചുമ്മാ എഴുതി കഴിഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ ഈ പറയുന്ന പോലെ ഞാൻ ഈ ടെക്നിക്കൽ ടേംസ് പഠിച്ചു വെച്ചേക്കണോണ്ട് ഞാൻ തിരിച്ച് വെറുതെ എഴുതുന്നവരുണ്ട്. ഞാൻ ആദ്യം 2021 എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഈ മറ്റേ ഈ ഒരു വേർഡ് എഴുതാണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതില്ലേ, ഇതാണ് പ്രശ്നം. ഡെറ്റ് ട്രാപ്പിന് എഴുതുന്നതിന് വരെ വേറെ എന്തൊക്കെയോ എഴുതി വയ്ക്കും. അപ്പോൾ ഈ ടേം ഉണ്ടെങ്കിൽ അവിടെ കിട്ടി, അവർക്ക് ആൻസർ കിട്ടി, ഇതാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിച്ചേക്കുന്നതെന്ന്. പിന്നെ ടാക്സ് ബേർഡൻ, പിന്നെ ക്രൗഡിങ് ഔട്ട് എഫക്ട്, ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്കൽ ടേംസ് ഇല്ലേ, അത് പഠിച്ചു വയ്ക്കുക. നിങ്ങളെ പഴയ GS3 നോട്ട്സിൽ അങ്ങനത്തെ കുറച്ച് ടേംസ് പഠിച്ചു വയ്ക്കുക ഈ GS3 വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അഗ്രികൾച്ചർ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്രികൾച്ചറിൽ റീസെന്റ് നടക്കുന്ന ഡെവലപ്മെന്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. എങ്ങനെ AI ഒരു ക്വസ്റ്റ്യൻ പറയുവാണ്, ഹൗ AI ക്യാൻ ഹെൽപ്പ് ഇൻ ഇംപ്രൂവിങ് അവർ അഗ്രികൾച്ചർ. എങ്ങനെ എഴുതാൻ പറ്റും? AI എല്ലാവർക്കും ഇപ്പൊ എൻ്റെ കയ്യിലൊരു 5-8 സ്പെസിഫിക്സ് എക്സാമ്പിൾ ഉണ്ട് AI വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോയാലേ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല, മാർക്ക് കിട്ടില്ല. ഓക്കെ, സീഡെക്സ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, നിഞ്ചാക്കാർട്ട് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, ഇന്റർ ലാബ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, പിന്നെ യോനോ ആപ്പ് എന്ന് പറഞ്ഞ നമ്മുടെ യോനോ കൃഷി ആപ്പ് SBIയുടെ. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. GS3 കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വേറൊരു മാർഗവും ഇല്ല അതിന് വേണ്ടിയിട്ട്. GS3 ഈസ് അബൌട്ട് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ്. പിന്നെ എനിക്കിപ്പോ ഞാൻ ഈ വർഷം അധികം ഈ പറഞ്ഞ പോലെ ഒരു 8 months ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് GS3. പക്ഷെ എനിക്കൊരു അഡ്വാൻറ്റേജ് ആണ്, ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഓവറോൾ ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഒപ്പമാണ് ഞാൻ എക്സാമ്പിൾ കയറ്റാനായിട്ട് തുടങ്ങിയത്. ഞാൻ എക്സാമ്പിൾ ആയിരുന്നു അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും അതാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അത് എഴുതാണ്ടിരുന്നു കഴിഞ്ഞാൽ വെറുതെ ഒരു കഴിഞ്ഞ ദിവസം ആൻസർ എഴുതിയപ്പോഴും വെറുതെ കുറേ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമില്ല, സ്പെസിഫിക്സ് ഇല്ലാണ്ട് എഴുതിയിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ സ്പെസിഫിക്സ് ഉണ്ടാക്കാനായിട്ട് നിൽക്കുക. ഓക്കെ, GS4 അല്ലേ, നീ കുറച്ചാൾ പഠിച്ചല്ലേ, എങ്ങനെയാണത്? ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് എങ്ങനെയാണ് എഴുതുന്നത്? GS1 അല്ല, ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെയാണ് എക്സാമ്പിൾ കളക്ട് ചെയ്യണേ? എൻ്റെ ഒരു
ഞാൻ ഇത്ര നാള് എഴുതിയാണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വർഷം വിചാരിച്ചതാണ് ആ ഒരു സംഭവം കൊണ്ടുവരാന്ന് വിചാരിച്ചത്. പക്ഷെ ഈ വർഷം ഞാനത് എങ്ങനെയെങ്കിലും ഞാൻ കൊണ്ടുവന്നേനെ, ഞാൻ എഴുതുമായിരുന്നെങ്കിൽ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല എന്താണ് ഞാൻ ഇപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഭഗവത്ഗീത, രാമായണ, ഇത് നിങ്ങൾ ടോപ്പേഴ്സിന്റെ ഏത് കോപ്പി എടുത്ത് നോക്കിയോ ഏറ്റവും കൂടുതൽ 130, 140 മാർക്കുള്ള എല്ലാവരെയും കോപ്പിക്കകത്ത് ഇവരെല്ലാത്തിലും എക്സാമ്പിൾ ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. മറ്റേത് കളക്ട് ചെയ്യാൻ എളുപ്പമാണ്, ഇതും കളക്ട് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ ആരും അതിന് മെനക്കെടില്ല. പക്ഷെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പൊ രാമായണം എന്ന് പറഞ്ഞൊരു കാര്യവും അല്ലെങ്കിൽ മഹാഭാരതം എന്ന് പറഞ്ഞൊരു കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഏത് സ്ക്രിപ്ചർ ആണെങ്കിലും ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ എഴുതിയേക്കണ കണ്ടത് ഏതാണെന്നാണ്. പക്ഷെ ബൈബിൾ ആണെങ്കിൽ ബൈബിൾ എടുക്കാം, ഖുറാൻ ആണെങ്കിൽ ഖുറാൻ എടുക്കാം. ഇതൊക്കെ എടുത്തിട്ട് നിങ്ങളത് കൃത്യമായിട്ട് കോട്ട് ചെയ്യാനായിട്ട് പഠിക്കണം. റിലീജിയസ് ആവരുത്, പക്ഷെ ന്യൂട്രൽ ആയിട്ടുള്ള കാര്യം നിങ്ങളത് കോട്ട് ചെയ്യാനായിട്ട് പഠിക്കണം. ഇത് എങ്ങനെ, നിങ്ങളൊരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇത് അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഇത് എന്തുകൊണ്ടാണ് ഹ്യൂമാനിറ്റിക്ക് അഡ്വാൻറ്റേജ്, ഇത് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റണം. വെറുതെ അത് കാണിച്ചിട്ട് രാവണ എഴുതി വെച്ചിട്ട് കാര്യമില്ല. അത് ഏത് സ്പെസിഫിക്സ് ആയിട്ട് അതിനകത്ത് സ്പെസിഫിക് വേണം. ഇപ്പൊ എന്ത് കോണ്ടെക്സ്റ്റിലാണ് അവര് ഫൈറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോ wherever an army cannot penetrate, principles can penetrate, ഇങ്ങനൊരു കോട്ടുണ്ട്. അപ്പൊ ഇത് ഗാന്ധി പറഞ്ഞേക്കണ കോട്ട. ഓക്കെ, അപ്പൊ ഇതിനകത്ത് രാവണനെ കൊണ്ടുപോകാൻ പറ്റും ഇല്ലേ? എങ്ങനെയാ? രാവണയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആർമി ഉണ്ടായിരുന്നത്, ലോർഡ് രാമന് ഇല്ലായിരുന്നു. പക്ഷെ പുള്ളി ഒരു വാനരന്മാരുടെ കൂട്ടം ഉണ്ടാക്കിയിട്ടാണ് ഹി അറ്റാക്ക് രാവണ. ഇത് പുള്ളിയുടെ പ്രിൻസിപ്പിൾസും ഉണ്ട് അതിനകത്ത്. അപ്പൊ അതുകൊണ്ടാണ് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ, മറ്റേതാണെങ്കിൽ കൃഷ്ണ, അർജുന, പാണ്ഡവ, കൗരവർ അല്ലെ? അപ്പൊ 100 പേര് 5 പേര്, ഇവരുടെ പ്രിൻസിപ്പിൾസ് ആണ് ഇവരെ വിജയിപ്പിച്ചത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് കൊണ്ടുവരാനായിട്ട് നോക്കുക. അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇപ്പൊ സോൾഡാരിറ്റിയുടെ കാര്യമാണെങ്കിൽ ഇപ്പൊ ഹനുമാൻ കൂടെ വന്ന കാര്യം എഴുതാം. അങ്ങനെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ അത് ഒരു ആൻസറിൽ ചേർക്കാനായിട്ട് പഠിക്കണം. ഓക്കെ, പിന്നെ സ്പെസിഫിക്സ് ആയിട്ടുള്ള ഈ നമ്മുടെ സിവിൽ സർവീസിന്റെ എക്സാമ്പിളും ഇല്ലേ, അതും കുറച്ച് കളക്ട് ചെയ്ത് വെച്ചാൽ ഏതെങ്കിലും. ഇപ്പൊ ഞങ്ങൾക്ക് ലാസ്റ്റ് ഇയർ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് എക്സാമ്പിൾ അറിയായിരുന്നു, പക്ഷെ ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് വന്നത്. ഓക്കെ, പക്ഷെ എന്നാലും കളക്ട് ചെയ്ത് വെക്കാണ്ടിരിക്കാനായിട്ട് പറ്റില്ല, എവിടെയെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ കേസ് സ്റ്റഡീസിലാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. കേസ് സ്റ്റഡീസിൽ ഇനി ഞാൻ പറയാൻ പറ്റുന്നത്, ഒരിക്കലും ജനറൽ ആയിട്ട് എത്തിക്സ് എഴുതരുത്. എത്തിക്സിന്റെ കേസ് സ്റ്റഡി ഇപ്പൊ മറ്റേതിനകത്തൊരു 10 മാർക്കർ ക്വസ്റ്റിനകത്ത് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് അധികം കൂട്ടാനായിട്ട് പറ്റില്ല. മേ ബി ഒരു 1 മാർക്കൊക്കെയാണ് കൂട്ടാൻ പറ്റുള്ളൂ ഫസ്റ്റ് പാർട്ടിൽ. ഇപ്പോ പേരെന്താ, ആദ്യത്തിന് 4 മാർക്കാണ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എഴുതി എനിക്ക് 5 മാർക്കാണ് കിട്ടില്ല. അതിൽ കൂടാനായിട്ട് ഭയങ്കര പാടാണ്. അതിനകത്ത് 10 മാർക്കിലാണ് നമ്മൾ കിടന്ന് കളിക്കുന്നത്. മറ്റേതിൽ പക്ഷെ അങ്ങനെയല്ല. മറ്റേതൊരു 3 to 4 മാർക്സ് കൂട്ടാനായിട്ട് പറ്റും. 20 മാർക്കിന്റെ ബാൻഡ് വിത്തിനാണ് നമ്മൾ ഇരുന്ന് കളിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം, എത്തിക്സ് സ്പെസിഫിക്സ് കാര്യങ്ങൾ എഴുതുക. എങ്ങനെ? അക്കൗണ്ടബിലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടബിലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഓട്ടോണമി, പ്രിൻസിപ്പിൾ ഓഫ് പാറ്റേണലിസം, പ്രിൻസിപ്പിൾ ഓഫ് നോൺ മാലിഫിഷ്യൻസ്, പ്രിൻസിപ്പിൾ ഓഫ് ബെനിഫിഷ്യൻസ്, റൈറ്റ് അപ്രോച്ച്, യൂട്ടാലിറ്റേറിയൻ അപ്രോച്ച്, അങ്ങനെ കുറച്ച് അപ്രോച്ചസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ, ഞാനിപ്പോ ഈ വർഷം ഒരു ട്രിക്ക് യൂസ് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ കുറച്ച് ടേംസ് ഇങ്ങനെ എഴുതി വെച്ചു. എന്നിട്ട് അത് ഇപ്പൊ നമ്മൾ വേ ഫോർവേഡ് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതും, ദിസ് ഈസ് അബൌട്ട് യൂട്ടാലിറ്റേറിയൻ അപ്രോച്ച്. പിന്നെ ജെഎസ്മിലിന്റെ കാര്യം അറിയാം, ബന്ധത്തിന്റെ കാര്യം എഴുതിയ. യൂട്ടാലിറ്റേറിയൻ അപ്രോച്ച് കൊണ്ടുവന്നത് ബന്ധമാണ്, അത് ഇംപ്രൂവ് ചെയ്തത് ജെഎസ്മിലാണ്. അപ്പോൾ എനിക്കത് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അത് എഴുതാം അവിടെ. പിന്നെ റൈറ്റ്സ് അപ്രോച്ച്, ആരൊക്കെയുണ്ട് റൈറ്റ്സിൽ ചെയ്തേക്കുന്നത്? ഡുവർക്കിനുണ്ട്. പിന്നെ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് റൈറ്റിനെ കുറിച്ചിട്ട്. അപ്പൊ പിന്നെ കറപ്ഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എഴുതാൻ പറഞ്ഞത്? ഇറ്റ്സ് അബൌട്ട് ഗാന്ധിയൻ സിൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടില്ലേ? ഗാന്ധിയൻ സിൻ, 7 സിൻസ് ഇല്ലേ? അപ്പൊ അത് എഴുതാം, അത് അങ്ങനെയല്ലെന്ന്. അപ്പൊ ഇത് അതിലും എത്തിക്സിന്റെ കാര്യം എഴുതി വെക്കുക. നിങ്ങളിപ്പോ കേസ് സ്റ്റഡീസ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ട്രൈ ചെയ്തിട്ടുണ്ടോ കേസ് സ്റ്റഡീസ് എഴുതാനായിട്ട്? ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലേ? ചെയ്തല്ലേ? വെറുതെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം എഴുതാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ജനറൽ ആയിട്ടുള്ള കാര്യമാണ് എഴുതാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ അത് നമ്മളത് വിചാരിക്കണതാണ് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ എന്ന്. നമുക്ക് തിരുത്താനായിട്ട് പറ്റും. അപ്പൊ അതങ്ങനെ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും. കീ ടേംസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. എക്സാമ്പിൾ നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആരും ചുമ്മാ എഴുതാനായിട്ട് പറ്റും. ഒരു പേര് ഇപ്പൊ ഗാന്ധിയുടെ എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് 100 ക്വസ്റ്റിനകത്ത് എഴുതാത്. ഹിറ്റ്ലറിന്റെ കാര്യമായിരിക്കും എല്ലാവരും എഴുതാൻ പോണേ. ബുദ്ധയുടെ കാര്യം കുറച്ചുപേര് എഴുതും. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് പാർട്ടിൽ അങ്ങനെ എന്താ കുറെ എക്സാമ്പിൾ അതുപോലെ തന്നെ കോമൺ എക്സാമ്പിൾസ് കാണും. സെക്കൻഡ് പാർട്ടിൽ അങ്ങനെ ഉണ്ടാവില്ല. സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ ആ കൃത്യമായിട്ടുള്ള നോളജ്, കേസ് സ്റ്റഡീസിലാണ് നമ്മുടെ എത്തിക്സിന്റെ നോളജ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കൃത്യമായിട്ട്. ഓക്കെ, അതങ്ങനെ. ഇനി
GS3ന്റെ ആൻസർ ചെയ്താൽ. ഓക്കെ, ഞാൻ മറ്റേ ഇതിനകത്ത് ഇട്ടേക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ മെയിൻസ് ഗ്രൂപ്പിൽ? ക്വസ്റ്റ്യൻ എഴുതിക്കോ. എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ഇത് ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം എങ്ങനെയാ എഴുതേണ്ടതെന്ന്. ഇതെനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല, അത് എങ്ങനെയാണ് ചെയ്തതെന്ന് പറയാം. എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇന്ത്യൻ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യാസ് ഓവറോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. ഇൻ വാട്ട് വേസ് ക്യാൻ ദി ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷൻ ക്രിയേറ്റ് എ റോബസ്റ്റ് എക്കോസിസ്റ്റം ഫോർ ദി ഇൻഡസ്ട്രി? എഴുതിയോ? എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യാസ് ഓവറോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. In what ways can the Indian semiconductor mission create a robust ecosystem for the industry? ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പോണേ? നീ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പോണേ? ഞാൻ ആൻസർ എഴുതുന്നവരോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ആ കേട്ടില്ല, ഒച്ചപ്പറ. യെസ് യെസ്, അതല്ല ഞാനിത് നീ എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യാൻ പോണേ? വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡസ്ട്രി? അപ്പൊ അതെങ്ങനെയാണ് സബ് ഡിവൈഡ് ചെയ്യാൻ പോണേ? ഡിഫൻസ് എല്ലാം എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നമാണ്. നിങ്ങൾ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എന്നാണ്. എന്തൊക്കെയുണ്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിൽ? വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്? ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിൽ എന്താ സംഭവിക്കുന്നത്? ഗ്രീനിങ് ഓഫ് ഇൻഡസ്ട്രി ഉള്ളതല്ലേ? സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്? ആ ടേം മാത്രം വെച്ചിട്ട് വാട്ട് യു കൺസിഡർ ആസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. ഒരു 5 ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, ഒരു 5 പോയിന്റ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാൻ പോണേ? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന്റെ ന്യൂ ടെക്നോളജീസ് ഒന്ന്, ഗ്രീനിങ് ഓഫ് ഇൻഡസ്ട്രി, പിന്നെ എംപ്ലോയ്മെന്റ്, എക്സ്പോർട്ട്, ആത്മനിർഭർ ഭാരത്. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആണ് ഇന്ത്യയുടെ. അപ്പൊ നിങ്ങൾ ആ ടേം എടുത്തിട്ട് ഒരു 5 പോയിന്റ് കണ്ടുപിടിക്കുക. 5 പോയിന്റ് എടുത്ത് അതായിരിക്കും നിങ്ങളുടെ സബ് ഹെഡിങ് അതായിരിക്കും. ഓക്കെ, പിന്നെ അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും പുതിയ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ടേമിൽ ഒരു 5 പോയിന്റ് കണ്ടുപിടിക്കുക, ഒരു 6 പോയിന്റ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അത് എഴുതുക സബ് ഹെഡിങ് ആയിട്ട്. മെയിൻ ഹെഡിങ് എഴുതുക, സബ് ഹെഡിങ് എഴുതുക, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഞാനിവിടെ ചെയ്തേക്കുന്നത് പറഞ്ഞ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ കാര്യം ചെയ്തിട്ടുണ്ട്. എനിക്കിത് അറിയാഞ്ഞിട്ടല്ല ഞാനിവിടെ 3400 യൂണിറ്റ്സ് എഴുതി വെച്ചു. ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട് ഇത്രയും യൂണിറ്റ്സിന്റെ ആവശ്യമുണ്ടെന്ന്. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കണം എന്താ? ഇത് ചുമ്മാ എക്സ്പ്ലെയിൻ ചെയ്തല്ല ചെയ്തേക്കണം. നീഡ് 3000 to 5000 സെമി കണ്ടക്ടർ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഫ്യൂച്ചേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു കാറിന്റെ ഫ്യൂച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇത്ര വേരി ചെയ്യാം. ഇതിന് ആർക്കും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിന് ആർക്കെങ്കിലും എന്തെങ്കിലും അപ്പീൽ ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? ഞാൻ എഴുതി വെച്ചേക്കണില്ലേ? ആർക്കും എഴുതാൻ പറ്റില്ല. അപ്പൊ അതങ്ങനെ നമ്മൾ എഴുതി പഠിക്കുകയാണ് വേണ്ടത്. ഓക്കെ, പിന്നെ അതുകൊണ്ടാണ് അപ്പുറത്തെ എക്സ്പോർട്ട് ഗ്രോത്ത് ഞാൻ എഴുതി. ഇപ്പോൾ 60% ഓഫ് ഇമ്പോർട്ടഡ് ആണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ടേം എടുത്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ ഉണ്ടെങ്കിൽ എക്സാമ്പിൾ എഴുതാം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എക്സാമ്പിൾ ഉണ്ടാക്കേണ്ടതെന്ന് പഠിക്കണം. ഓക്കെ, ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം ആദ്യം ഇത് കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഇത് എഴുതാൻ പറ്റില്ല. ബിക്കോസ് ഞാനിത് അരമണിക്കൂറും ഒരു ക്വസ്റ്റ്യൻ അരമണിക്കൂർ എടുത്ത് പിന്നെ 25 മിനിറ്റ് ആക്കി ഞാൻ ഈ പറഞ്ഞ ആ സ്റ്റെപ്പില്ലേ അതിലൂടെയാണ് ഞാൻ വന്നത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ആൻസർ എഴുതാനായിട്ട് പറ്റില്ല. ഓക്കെ, പിന്നെന്താ ചോദിച്ചേക്കണേ? സെക്കൻഡ്, റോൾ ഓഫ് സെമി കണ്ടക്ടർ മിഷൻ ടു ക്രിയേറ്റ് റോബസ്റ്റ് എക്കോസിസ്റ്റം. ഇത് ഈ പറഞ്ഞ ഇന്റർനാഷണൽ കൊളാബറേഷന്റെ കാര്യമൊക്കെ ഇല്ലേ, അതിനകത്ത് സെമികോൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ട് കാര്യമില്ല. നമ്മൾ അതിനകത്ത് സബ് ഹെഡിങ് എഴുതണം. എന്നാലാണ് സബ് ഹെഡിങ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ എക്സാമിനറുടെ മൈൻഡ് സെറ്റിൽ. എന്നിട്ട് നമ്മൾ എക്സാമ്പിൾ എഴുതണം. ഇപ്പൊ സെമികോൺ, മൈക്രോൺ എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമ്പിൾ എഴുതാം. ഓക്കെ, അപ്പോ സെമി കണ്ടക്ടർ മിഷനെ കുറിച്ച് നിങ്ങൾക്ക് അത് വിടും. സെമി കണ്ടക്ടർ മിഷൻ എന്താണെന്ന് വിട്ടേക്കുക. എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സെമി കണ്ടക്ടർ മിഷൻ വെച്ചിട്ട്? ഇന്ത്യൻ ഗവൺമെന്റ് എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എക്സ്റ്റേണൽ കൺട്രീസിൽ ഇപ്പൊ ഇന്റർനാഷണൽ കൊളാബറേഷൻ ചെയ്യാനായിട്ട് സംഭവിക്കുന്നുണ്ട്. കോ ഡെവലപ്മെന്റ് ഉണ്ട്. ഇപ്പൊ PLI സ്കീം കേട്ടല്ലേ, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. ഇതൊക്കെയാണ് ഒരു മിഷൻ സെമി കണ്ടക്ടർ മിഷനെ കുറിച്ചിട്ട് ഇന്ത്യ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം. അപ്പോ വെറുതെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എനിക്കിത് അറിഞ്ഞിട്ട് എഴുതിയ ക്വസ്റ്റ്യൻ അല്ല ഞാൻ.
ഓക്കെ, എനിക്ക് ടെസ്റ്റിലുണ്ടായിരുന്ന ക്വസ്റ്റൻ ആണ്, പിന്നെ അറിഞ്ഞിട്ട് എഴുതിയ ക്വസ്റ്റൻ അല്ല, പക്ഷെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു അതിനകത്ത്. കാരണം എന്താ, ഞാൻ ഇത്ര നാൾ എഴുതിയ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് ഇതൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. എഴുതണം എന്തായാലും ചെയ്യണം, പക്ഷെ ഇത് എങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടതെന്ന് ആണ് ഞാൻ പറഞ്ഞു തന്നത്. ഒരു ക്വസ്റ്റ്യൻ കാണാൻ നേരത്ത് അതിനെ പേടിയോടെ അല്ല, നിങ്ങളുടെ ഉള്ള നോളജ് വെച്ചിട്ട്, ഞാൻ ഈ പറഞ്ഞ സ്ട്രീറ്റ് സ്മാർട്ട് കാണിക്കുക അവിടെ ചെന്നിട്ട്, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ള കാര്യം വെച്ചിട്ട് പൊലിപ്പിച്ച് എഴുതാം ആൻസർ. അതാണ് നോക്കണം. നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് ക്വസ്റ്റ്യൻ വരും എന്ത് വന്നാലും. ഒരു 20 ക്വസ്റ്റിനകത്തൊരു 15 എണ്ണം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഏകദേശം കംപ്ലീറ്റ്ലി അറിയാവുന്നതല്ല, ഒരു 5 എണ്ണം ഒന്നും അറിയാത്തതായിരിക്കും. ഒന്നും അറിയാന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് അറിയായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ആ സ്പെസിഫിക്സ് അറിയില്ലായിരിക്കും. പക്ഷെ അതെങ്ങനെ നിങ്ങൾക്ക് ആക്കാനായിട്ട് പറ്റും, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആർക്കും അത് അറിയില്ലായിരിക്കും. 15 ക്വസ്റ്റിൽ ഒരു 16 ക്വസ്റ്റ്യൻ ചിലപ്പോൾ വേറെ ആൾക്ക് അറിയായിരിക്കും, 17 ക്വസ്റ്റ്യൻ അറിയായിരിക്കും, പക്ഷെ എല്ലാവർക്കും എല്ലാ ക്വസ്റ്റിനും അറിയില്ല. ഇപ്പൊ 2021 സുധീഷ് ശർമ്മ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരത്തിയുടെ ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്, കുറെ ചവർ പോലെ എക്സാമ്പിളിന്റെ പെരുമഴയാണ് അതിനകത്ത് ഞാനൊരു ടോപ്പറിന്റെ ആ കോപ്പി എടുത്തിട്ട് ഞാൻ നോക്കി, വിഷന്റെ ആയിരുന്നു തോന്നുന്നു. വിഷന്റെ ലാസ്റ്റ് ടെസ്റ്റിൽ ഞാൻ നോക്കിയപ്പോഴത്തേനും സബ്മറൈൻ കാനിയൻ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തി എഴുതിയേക്കണ വേറെ എന്തോ കാര്യമാണ്, അതിനകത്ത് ഒരു ബന്ധമില്ല. പക്ഷെ അത് പേപ്പർ കാണുന്ന ഞാൻ തന്നെ വിചാരിച്ചു ഇത് ഞാൻ പഠിച്ചത് തെറ്റായി പോയിട്ടാണോ എന്ന്. അതാണ് അവിടെ വേണ്ടത്. ഒരു ആൻസർ എഴുതാൻ നേരത്തെ എക്സാമിനറിന് കൺവിൻസ് ആവണം ഇതാണ് ശരി, നമ്മൾ വിചാരിച്ചേക്കണ തെറ്റാണ്. ഓക്കെ, അതൊരു കഴിവാണ്, അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, പക്ഷെ അത് കുറച്ചൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമാണ് എക്സാമിനർ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുമോ? ജസ്റ്റ് പോയിന്റ് നോക്കിയിട്ട് എഴുതാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ വേറെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ തരാം, ഒരു ക്വസ്റ്റ്യൻ തരാം. ഹൗ എ ക്യാൻ ഹെൽപ്പ് ഇൻ ഇംപ്രൂവിങ് ഇന്ത്യൻ അഗ്രികൾച്ചർ. ഹൗ എ ക്യാൻ ഇംപ്രൂവ് ഇന്ത്യസ് അഗ്രികൾച്ചർ. ചുമ്മാ എഴുതി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ഹൗ എ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാൻ ഹെൽപ്പ് ഇൻ ഇംപ്രൂവിങ് ഇന്ത്യസ് അഗ്രികൾച്ചർ. How are you going to divide this question into different parts? എങ്ങനെയാ പറ. സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എക്സാമ്പിൾ ഒന്നും എഴുതണ്ട, ഞാൻ പറഞ്ഞില്ല ആ സബ് ഹെഡിങ് മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. എക്സാമ്പിൾ പതിയെ പതിയെ നിങ്ങൾ ഈ സബ് ഹെഡിങ് എഴുതി 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 എവിടെന്നെങ്കിലും കാണാൻ നേരത്ത് നമുക്കിവിടെ എഴുതാം. ഈ ഒരു കാര്യം പഠിക്കാൻ നേരത്ത് അത് അവിടെ എഴുതാൻ നമുക്കൊരു സംഭവം വരും അത്. പക്ഷെ ഇത് സബ് ഹെഡിങ് എങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ടതെന്നാണ് ആദ്യം പഠിക്കേണ്ടത്. പറ എങ്ങനെ. ആദ്യം നീ എന്താ എഴുതാൻ പോണേ? ഒരു എനെ കുറിച്ച് ചോദിക്കാൻ നേരത്ത് ഡാറ്റ ഉണ്ടെങ്കിൽ ഡാറ്റ എഴുതും. എന്തായാലും എങ്ങനെയാണ് സഹായിക്കണേന്ന്. എനിക്ക് ഡാറ്റ ഇല്ലാഞ്ഞിട്ട് ഞാൻ ഡാറ്റ എഴുതി. എങ്ങനെ? നാസ്കോം എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അസോചം എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, CIA എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇവരുടെയൊക്കെ പേര് വെച്ചിട്ട് എനിക്ക് എഴുതാം. AI അക്കോർഡിംഗ് ടു, അല്ലെങ്കിൽ AI will help in investing of about $100 billion in agriculture by 2030. ഒരു പറയിട്ടിട്ട് CIA റിപ്പോർട്ട് അല്ലെങ്കിൽ നാസ്കോം റിപ്പോർട്ട്. ഇത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺടെസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടത്. ആരും ഇത് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് പാടില്ല. ചിലപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു 1, 2, 3 ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടാവും നമ്മുടെ ആൻസർ കീയിൽ ഇവാലുവേറ്ററിന്റെ. പക്ഷെ ഇത് ഈ സെയിം സംഭവം തന്നെ കുറെ കാര്യങ്ങൾ പറയണം. നമ്മൾ ഗൂഗിളിൽ പോലും നമ്മളിപ്പോൾ ഒരു ഡാറ്റ കണ്ടു, അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും നമുക്കത് കിട്ടില്ല. എവിടെന്നെങ്കിലും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീ എടുത്ത് നോക്കാൻ നേരത്ത് അതിനകത്ത് അവരെവിടെ നിന്നാണ് ആ സാധനം കിട്ടുന്നത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടില്ല. പക്ഷെ അത് ഭയങ്കരമായിട്ട് എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഫിഗർ ആവരുത്, 1 ട്രില്യൺ ഒന്നും എഴുതരുത്. ഇന്ത്യയുടെ എക്കണോമി എന്താണ്, ഇന്ത്യയുടെ അഗ്രികൾച്ചർ, അത് നമ്മളെ കോമൺ സെൻസ് ആണ് അതവിടെ യൂസ് ചെയ്തത്. എങ്ങനെ 100 ബില്യൺ എന്ന് പറഞ്ഞൊരു സംഭവം വലിയ കാര്യമല്ല. 2030 ആകുമ്പോൾ 100 ബില്യൺ ഉണ്ടാക്കാൻ എന്താ പാട് അഗ്രികൾച്ചറിൽ, അല്ലേ? പക്ഷെ അത് 500 ബില്യൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചെറിയൊരു കോണ്ടസ്റ്റിംഗ് വരും അവിടെ. അപ്പൊ ആ കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് ഇൻട്രൊഡക്ഷൻ എഴുതാം. ഇപ്പൊ എക്കണോമിയുടെ ഞാൻ ഇൻട്രൊഡക്ഷൻ എഴുതാൻ നേരത്തെ GS 3 ബോധം പോയിക്കണമല്ലോ ഇരിക്കുന്നത്, മനസ്സിലാവുണ്ടോ? എക്കണോമിയുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതാൻ GS 3 മെയിൻ ആയിട്ട് ഇൻട്രൊഡക്ഷൻ എഴുതാൻ നേരത്ത് ഡാറ്റാസ് കൊണ്ടുവരാൻ നല്ലതായിരിക്കും. ഡാറ്റാസ് അറിയാമെങ്കിൽ ഡാറ്റാസ് കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഈ സെമി കണ്ടക്ടറിന്റെ കാര്യത്തിനകത്ത് ഡാറ്റ കൊണ്ടുവരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ പോയിന്റ് കുറവായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അറിയില്ലായിരുന്നു ക്വസ്റ്റ്യൻസ്. അപ്പൊ എനിക്ക് ഇതറിയാം എന്തോരം ഈ സെക്കൻഡ് പോയിന്റ് ഉണ്ടോ, ഇതെനിക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അറിയാവുന്ന ഒരു സംഭവമാണ് ഇത്. ശരിക്കുള്ള കേട്ടോ, എനിക്ക് അറിയാവുന്ന CIA റിപ്പോർട്ട് വെറുതെ ചെയ്തേക്കണല്ല. അപ്പൊ ഈ 100 ബില്യന്റെ കാര്യം എനിക്ക് അറിയാവുന്നതാണ്. സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഇത് ഡെവലപ്പിംഗ് ബൂമിംഗ് ഇൻഡസ്ട്രി അല്ല, നമ്മുടെ ഇവിടെ വളരെ സൺറൈസ് ഇൻഡസ്ട്രി ആണത്. അപ്പോൾ ആ സംഭവം എനിക്ക് അറിയായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഇൻട്രൊഡക്ഷൻ എഴുതാം, ഞാൻ ഈ പറഞ്ഞ പോലെ ഡാറ്റ എഴുതാം. പക്ഷെ എനിക്ക് പോയിന്റ് ഇല്ലായിരുന്നു താഴത്തേക്ക് എഴുതാൻ. അതുകൊണ്ടാണ് ഞാനത് ബുദ്ധിപൂർവ്വം അത് ആദ്യം എഴുതാണ്ട് ഇതിനകത്ത് കൊണ്ടുവന്നത്. ഓക്കെ,
അപ്പോൾ GS3 ഇഫ് യു ആർ റൈറ്റിംഗ് an introduction try to include data. ഓക്കെ, അപ്പോൾ അത് അഗ്രികൾച്ചറിന്റെ കാര്യത്തിലാണെങ്കിൽ ഏത് കാര്യത്തിലാണെങ്കിലും കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഈ അഗ്രികൾച്ചറിന്റെ കാര്യത്തിൽ അത് കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി പോയിന്റ് ഉണ്ട്. അപ്പൊ ആദ്യം എങ്ങനെയാ തന്നെ ഇൻട്രൊഡക്ഷൻ ചെയ്ത്, പിന്നെ വാട്ട് ഇസ് ദ നെക്സ്റ്റ് തിങ്, ഹൗ AI ക്യാൻ സോൾവ് പ്രോബ്ലംസ് ഇൻ അവർ അഗ്രികൾച്ചർ. പ്രോബ്ലംസ് ഇൻ അഗ്രികൾച്ചർ എന്താണെന്ന് എഴുതണം, എന്നാലല്ലേ നമുക്ക് വേ ഫോർവേഡ് എഴുതാൻ പറ്റുള്ളൂ. ഇതിനകത്ത് വേ ഫോർവേഡ് ഉണ്ടോ? വേ ഫോർവേഡ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാന്ന് എഴുതാം, എങ്ങനെയാണ് AI സോൾവ് ചെയ്യുന്നത് എഴുതാം. ആദ്യം പ്രോബ്ലം എഴുതണം, എന്നാലാണ് മനസ്സിലാവുള്ളൂ എന്താണ് അഗ്രികൾച്ചറിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ എഴുതുന്നേ, മെയിൻ പാർട്ട് ഹൗ AI is going to help India's agriculture. ദെൻ ഒരു ചെറിയ വേ ഫോർവേഡ്. ഇതിനകത്ത് മെയിൻ പാർട്ട് വന്നേക്കുന്നത് ഞാൻ ഈ പറഞ്ഞ AI ഹെൽപ്പ് ചെയ്യണം എങ്ങനെയാണെന്നാണ്. അതാണ് നമുക്കൊരു 1 പേജ് അത് എഴുതണം. ബാക്കിയെല്ലാം നോൺ കോർ പാർട്ടാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണാൻ നേരത്തെ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏത് സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും വാട്ട് ഈസ് കോർ പാർട്ട് ആൻഡ് വാട്ട് ഈസ് നോൺ കോർ പാർട്ട് ഇതൊന്ന് സെർച്ച് ചെയ്യാനായിട്ട് നോക്കുക ക്വസ്റ്റ്യൻ കാണാൻ നേരത്തെ. ഇത് നമുക്ക് നോൺ കോർ പാർട്ടായിട്ട് എന്ത് എഴുതാൻ പറ്റും എന്ന് ജസ്റ്റ് തിങ്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നത് കുറെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്ന ഒരു ആൻസർ എഴുതുന്ന ഒരാള് ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നോൺ കോർ പാർട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും അത്. ആ വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഇപ്പൊ 20 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിട്ട് അതിനകത്തൊരു 15 എണ്ണമെങ്കിലും കറക്റ്റ് ആയിരിക്കും. 5 എണ്ണം പോട്ടെ, അങ്ങനെ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ 15 എണ്ണം ഈ കണ്ടിന്യൂസ് ആയിട്ട് ആൻസർ എഴുതുന്ന ഒരാളാണെങ്കിൽ നോൺ കോർ പാർട്ടും കോർ പാർട്ടും നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. നോൺ കോർ പാർട്ട് എന്ന് ഉദ്ദേശിച്ചത് എന്താ, പ്രോബ്ലംസ് ഓഫ് അഗ്രികൾച്ചർ എന്താണ്. അതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല, എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചോദിച്ചുള്ളൂ. പക്ഷെ നമുക്കത് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്താനായിട്ട് പ്രോബ്ലംസ് ഓഫ് അഗ്രികൾച്ചർ വളരെ ചെറിയ സ്പേസിൽ എഴുതണം. പ്രോബ്ലംസ് ഓഫ് അഗ്രികൾച്ചർ എന്താ, വാട്ടർ ഇഷ്യൂ, പിന്നെ പ്രൊഡക്ഷൻ, ഫെർട്ടിലൈസേഷൻ ഇഷ്യൂ, ക്ലൈമറ്റ് ചേഞ്ച് ചെയ്താൽ ആദ്യം, ക്ലൈമറ്റ് ചേഞ്ച് ഇല്ലേ, പിന്നെ ഡിസീസ്. നിങ്ങൾ ഇതിന്റെ അഗ്രികൾച്ചറിനകത്ത് വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഈ അഗ്രികൾച്ചറിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ തിങ്ക് ചെയ്യണമെന്ന് അറിയോ, പ്രീ ഹാർവസ്റ്റ്, ഹാർവസ്റ്റ്, പോസ്റ്റ് ഹാർവസ്റ്റ്. നിങ്ങളിപ്പോ പോസ്റ്റ് ഹാർവസ്റ്റിന്റെ കാര്യം പറയില്ല, ഇങ്ങനെയെന്ന് പറഞ്ഞോണ്ടിരിക്കും, നമ്മൾ മാർക്കറ്റിംഗിന്റെ കാര്യം വിട്ടുപോകും. അപ്പൊ ഇങ്ങനെ തിങ്ക് ചെയ്യണം. അഗ്രികൾച്ചർ അല്ല, ഇപ്പൊ ഒരു ഇലക്ഷൻ നടക്കുവാണെങ്കിൽ വിചാരിക്കും, പ്രീ ഇലക്ഷൻ, ഡ്യൂറിങ് ഇലക്ഷൻ, പോസ്റ്റ് ഇലക്ഷൻ. ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യാം. അപ്പൊ ഒരു വേറെ ക്വസ്റ്റ്യൻ വന്നു, ഹൗ AI ക്യാൻ ഹെൽപ്പ് ഇൻ ഇലക്ഷൻ, പ്രീ ഇലക്ഷൻ, ഡ്യൂറിങ് ഇലക്ഷൻ, പോസ്റ്റ് ഇലക്ഷൻ. അതുപോലെ വേറെ എന്താ ഇഷ്യൂ ഉള്ളത്, വേറെ എന്തെങ്കിലും ഒരു അതല്ല ഞാൻ പറഞ്ഞ ഇതുപോലെ തന്നെ ഇലക്ഷൻ, അഗ്രികൾച്ചർ, പിന്നെ വേറെ എന്തെങ്കിലും അങ്ങനത്തെ കോൺസെപ്റ്റ് ഉണ്ടോ? ആ സ്റ്റോറേജ്, അത് മാർക്കറ്റിന്റെ ഭാഗമായിട്ട് നമ്മളത് എഴുതാം. മാർക്കറ്റ്, പിന്നെ സ്റ്റോറേജ് ഇഷ്യൂ, സപ്ലൈ ചെയിൻ ഇഷ്യൂ, പിന്നെ വേറെ രീതിയിൽ എഴുതരുത്. എങ്ങനെ, അപ്സ്ട്രീം ഡൗൺ സ്ട്രീം. കേട്ടിട്ടുണ്ടോ അത്? കേട്ടല്ലേ? ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു 2022 ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, വാട്ട് ആർ ഇഷ്യൂസ് ഓഫ് അഗ്രികൾച്ചർ ഇൻ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ആക്ടിവിറ്റീസ്. അങ്ങനെ ഡിവൈഡ് ചെയ്യാം. അപ്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊക്യൂർമെന്റ് ആ ഒരു ചെയിൻ, മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗിന്റെ ആ ചെയിൻ. പക്ഷെ ഇങ്ങനെ തിങ്ക് ചെയ്താലും മതി, പ്രീ ഹാർവസ്റ്റ്, ഡ്യൂറിങ് ഹാർവസ്റ്റ്, പോസ്റ്റ് ഹാർവസ്റ്റ്. അതുപോലെ തന്നെ MSPയുടെ ഒരു ക്വസ്റ്റ്യൻ വന്നു, ഹൗ MSP is going to help in agriculture. പ്രീ ഹാർവസ്റ്റ്, പോസ്റ്റ് ഹാർവസ്റ്റ്, ഡ്യൂറിങ് ഹാർവസ്റ്റ്. ഡ്യൂറിങ് ഹാർവസ്റ്റ് ഇല്ല അതിനകത്ത്, അതൊരു പോളിസി ആയതുകൊണ്ട് ഡ്യൂറിങ് ഹാർവസ്റ്റ് ഇല്ല, പോസ്റ്റ് ഹാർവസ്റ്റ് എഴുതാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുക. ഇനിയിപ്പോ എന്താണ് പ്രശ്നങ്ങൾ പറഞ്ഞു, വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജസ് ഓഫ് AI ഇൻ അഗ്രികൾച്ചർ. എങ്ങനെ ഈ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നത്? പോസ്റ്റ് ഹാർവസ്റ്റ് തുടങ്ങും സിമ്പിൾ ആയിട്ട്. മാർക്കറ്റിംഗ്, എങ്ങനെ മാർക്കറ്റ് അനലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും ഇല്ലേ, എവിടെയാണ് കൂടുതൽ പ്രൈസ് എന്ന് AIക്ക് കണ്ടുപിടിച്ച് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ പ്രൊക്യൂറേഴ്സ്, മിഡിൽമാനെ അവോയ്ഡ് ചെയ്യാനായിട്ട് അതിന് പറ്റും. പിന്നെന്താ ചെയ്യാൻ പറ്റുന്നത്? ഡ്യൂറിങ് ഹാർവസ്റ്റ് എന്താ, ഡ്യൂറിങ് അല്ല, പ്രീ ഹാർവസ്റ്റ്. പ്രീ ഹാർവസ്റ്റ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? സീഡ് ഫൈൻഡിങ്, ഒരു ഏരിയയിൽ ഏത് സീഡാണ് ഇമ്പോർട്ടൻ്റ് എന്ന് AIക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ. സോയിൽ ഹെൽത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ. പിന്നെ എപ്പോഴാണ് വെള്ളം ഒഴിക്കേണ്ടത്, എപ്പോഴാണ് ഫെർട്ടിലൈസർ ഇടേണ്ടത് അറിയാൻ പറ്റില്ലേ. പിന്നെ വെതർ ഡാറ്റ. അപ്പൊ ഇത് വെറുതെ കാണാപ്പണം പഠിച്ചിട്ട് പോയി എഴുതാൻ പറ്റുമോ ഈ ക്വസ്റ്റ്യൻ? പറ്റുമോ? പറ്റില്ല. നിങ്ങൾ അവിടെ നിന്ന് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ആൻസർ എഴുതാൻ നേരത്ത് ചിന്തിക്കുക, എന്തൊക്കെ നിങ്ങൾക്ക് ഇന്നോവേഷൻ ആ ആൻസറിൽ കൊണ്ടുവരാൻ പറ്റും. എൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര വെപ്രാളം ഉണ്ടായി. വെപ്രാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെകിളി എന്ന് പറയാം. വെകിളി എന്താണെന്ന് അറിയാൻ പാടില്ലേ, നമ്മൾ ആൻസർ എഴുതി പെട്ടെന്ന് തീർക്കാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു.
അത് ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ 1 വർഷം 2 വർഷമൊക്കെ അത് പോകും. നമ്മൾ ആൻസർ ചെയ്തിട്ട് അത് അനലൈസ് ചെയ്യുക. ആൻസർ ചെയ്തിട്ട് അപ്പൊ തന്നെ ഇട്ടിട്ട് പോകും. ചിലപ്പോൾ 2 ആൻസർ ഇത്ര സമയത്ത് എഴുതി തീർത്തുന്നൊക്കെ പറഞ്ഞ വലിയ കാര്യത്തിൽ പോകും. പക്ഷെ അങ്ങനെയല്ല, അത് അനലൈസ് ചെയ്യുക ഒന്നല്ലെങ്കിൽ എഴുതി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നതെന്ന് നോക്കുക. അതാണ് വേണ്ടത്. ഇപ്പോ സുബ്രരഞ്ജൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ അറിയില്ലേ, PSIR ഫാക്കൽറ്റിയാണ്. പുള്ളിക്കാരത്തിന്റെ നോട്ട് പഠിച്ചിട്ടാണ് എല്ലാവരും പാസ്സാവണമെന്ന് പറയുന്നത്. പക്ഷെ പുള്ളിക്കാരത്തിന്റെ നോട്ട് പഠിച്ച് എല്ലാവരും പാസ്സാവില്ല. പുള്ളിക്കാരത്തിന്റെ നോട്ട് ബേസിക് കാര്യം മാത്രമേ ഉള്ളൂ അതിനകത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്താൽ മാത്രമാണ് അതിനകത്ത് നമുക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉള്ളൂ. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇപ്പോൾ PSIRന്റെ ഫാക്കൽറ്റി ആയിട്ട് എൻ്റെ ഫാക്കൽറ്റി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ നോട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് പറ്റും, പക്ഷെ അതിനകത്ത് ബുദ്ധി ഉപയോഗിക്കണം. എന്തെങ്കിലും നമ്മുടെ ഇൻപുട്ട് വേണം അതിനകത്ത്. നമ്മുടെ ഇൻപുട്ട് ഇല്ലെങ്കിൽ എല്ലാവരും എഴുതുന്ന സെയിം കാര്യം തന്നെ ആയിരിക്കില്ലേ, അല്ലേ? അപ്പൊ അതാണ് ഡിഫറൻസ്. ടോപ്പറിന്റെ ഡിഫറൻസും അല്ലാത്തവര് ഇപ്പൊ എല്ലാവരും സെയിം എഫേർട്ട് ആയിരിക്കും ഇടുന്നത്. 18 ചിലപ്പോൾ 10 മണിക്കൂർ പഠിക്കും, 12 മണിക്കൂർ പഠിക്കും, എങ്ങനെ കുറെ പേരൊന്ന് പഠിക്കും. പക്ഷെ അത് തിങ്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിഫറെന്റ്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയും, കേട്ടല്ലേ? ബ്രെയിൻ സ്റ്റോം ചെയ്യുക കറക്റ്റ് ആയിട്ട്. അപ്പൊ എനിക്ക് എസ്ഐക്ക് കഴിഞ്ഞ വർഷം പറ്റിപ്പോയത് ഈ പ്രശ്നം തന്നെയാണ്. ഞാൻ ബ്രെയിൻ സ്റ്റോം ചെയ്തില്ല. എനിക്കൊരു ടെംപ്ലേറ്റ് ഉണ്ടായിരുന്നു. ആ ടെംപ്ലേറ്റ് വെച്ച് ഞാൻ എഴുതാൻ ശ്രമിച്ചു. എനിക്ക് എസ്ഐ കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ 12 പേരും 20 പേരും ഞാൻ എഴുതിയാണ് ഒരു എക്സൈ. പക്ഷെ ആ ടെംപ്ലേറ്റ് അവിടെ സെറ്റാണ്. പക്ഷെ ടെംപ്ലേറ്റ് വെച്ചിട്ട് കാര്യമില്ല, നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി അവിടെ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ തിങ്ക് ചെയ്യുക എന്നിട്ട് എഴുതുക ഒരു ആൻസർ. ഓക്കെ, കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എയുടെ വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തു. എന്നിട്ട് അത് നിങ്ങൾക്ക് എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും നോക്ക്. സീഡ് എക്സ് ഫൈൻഡിങ് ബെറ്റർ സീഡ്സ് ടു കൾട്ടിവേറ്റ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഒരു ഏരിയയിൽ ഏത് സീഡ് ഹാർവെസ്റ്റ് ചെയ്യണം, കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് നോക്കുന്ന സാധനം. പിന്നെ ഫാം ബീറ്റ്സ് ഓഫ് മൈക്രോസോഫ്റ്റ്. ഫാം ബീറ്റ്സ്, FARMBATS, ഫാം ബീറ്റ്സ്. അതിനകത്ത് കുറെ ഡാറ്റ ഉണ്ടാവും. ഇപ്പോൾ അഗ്രികൾച്ചറിന്റെ മാർക്കറ്റിന്റെ ഡാറ്റ ഉണ്ടാവും, പിന്നെ ഫെർട്ടിലൈസറിന്റെ ഡാറ്റ ഉണ്ടാവും. അങ്ങനെ കുറെ ഡാറ്റാസ് ഉണ്ടാവും ആ ആപ്പിനകത്ത്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡാറ്റ ഡ്രിവൺ അഗ്രികൾച്ചർ. ഇപ്പോൾ ഉള്ള സംഭവം ഡാറ്റ അല്ലല്ലോ, വെറുതെ നമ്മൾ ഒരു അരി വാരിയിടും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഡാറ്റ ഡ്രിവൺ ആക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യും. പിന്നെ ഇന്റെല്ലോ ലാബ്സ്, INTELLO, ഇന്റെല്ലോ ലാബ്സ്. സോർട്ടിംഗ് ഓഫ് അഗ്രികൾച്ചർ കമ്മോഡിറ്റി അക്കോർഡിംഗ് ടു ദ ഗ്രേഡ്സ്. Sorting of agriculture commodities according to grades. Grades, GRADES. ക്വാളിറ്റി അനുസരിച്ച് തിരിക്കില്ലേ? യോനോ കൃഷി ആപ്പ്, SBIയുടെ ആണ്. മറ്റേ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് AI വെച്ചിട്ട് ഏതാണ് സ്യൂട്ടബിൾ ആണോ, ലോൺ കൊടുക്കാൻ സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയുള്ള കാര്യം. പിന്നെ നിഞ്ച കാർട്ട്, നിഞ്ച NINJA, നിഞ്ച കാർട്ട്. KART. എപ്പോഴാണ് ഹാർവെസ്റ്റ് ചെയ്യേണ്ടതെന്ന്. When to harvest. Giving information about when to harvest a crop. അങ്ങനെ അഗ്രികൾച്ചർ ലോസ് കുറയ്ക്കാം. കിട്ടിയോ? നിഞ്ചാക്കാട്ട് കിട്ടിയില്ലേ? നിഞ്ചാക്കാട്ടുണ്ട്. ഇപ്പൊ എത്ര? 5 ഒരു മെക്സിക്കൻ ആപ്പ് കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ പേര് പറഞ്ഞു. അത് മാർക്കറ്റ് അനാലിസിസ് ചെയ്യാനാണ്, എവിടെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. പിന്നെ വേണമെങ്കിൽ വേറെ ഇങ്ങനെ ചെയ്താൽ AI ഇന്റഗ്രേഷൻ വിത്ത് ENAM എന്ന് പറഞ്ഞിട്ട് സംഭവമില്ലേ, ENAM എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ബെറ്റർ പ്രൈസ്ഡ് മാർക്കറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ഫ്ലക്ച്വേഷൻ ആണ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഇഷ്യൂ ഓഫ് അഗ്രികൾച്ചർ, അല്ലേ? പ്രൈസ് ഫ്ലക്ച്വേഷൻ ചില സമയത്ത് ഭയങ്കര കൂടുതലായിരിക്കും, ചില സമയത്ത് ഭയങ്കര കുറവായിരിക്കും. ഇപ്പൊ AI വെച്ചിട്ട് നമുക്ക് എവിടെയാണ് കൂടുതൽ അനുസരിച്ച് അവിടേക്ക് നമുക്ക് കൂടുതൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്താം, അല്ലെങ്കിൽ ഇൻട്രാ കൺട്രി ട്രേഡ് നടത്താം. അപ്പോൾ ആ പ്രൈസ് സ്റ്റെബിലേഷൻ നടക്കും. ഓക്കെ, അങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് എഴുതാൻ നോക്കി.
ഇപ്പൊ ഇത്രയും കണ്ടന്റ് ഉണ്ട്. ഇനിയിപ്പോ നിങ്ങൾ എഴുത്, അഞ്ച് പോയിന്റ് എഴുതിയാൽ മതി. വേ ഫോർവേഡും കൊടുക്കാം. സിമ്പിൾ പരിപാടി. ഇനി കണ്ടന്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ആൻസർ, കണ്ടന്റ് അല്ല ആൻസർ. ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതണതാണ്.